ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വലിയ സിനിമ റിവ്യൂറൊന്നുമല്ല. ഇന്നൊരു സിനിമ കാണാൻ പോയി. മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ്. ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ. സിനിമ ഞാനും വൈഫും കൂടെയാണ് പോയത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ 100% സാറ്റിസ്ഫൈഡ് കിട്ടിയെന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു 3D സിനിമ ഇതുവരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ അത് ബറോസ് ആണെന്ന് പറയാം. കാരണം 3D എഫക്റ്റ് ആ രീതിയിലാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഞാൻ റീസെൻ്റ്ലി കണ്ട മറ്റൊരു 3D സിനിമയായിരുന്നു ദേവര എന്ന് പറയുന്ന ജൂനിയർ NTRൻ്റെ. പക്ഷേ അതിലും 3D സിനിമ കണ്ടിട്ട് പോലും എനിക്ക് ആ ഒരു 3D എഫക്റ്റ് കിട്ടിയില്ല. പക്ഷേ ഈ ഒരു സിനിമ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് 3D എഫക്റ്റ് നല്ല രീതിയിൽ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു പോർച്ചുഗീസ് മാജിക് സിനിമ പോലെയാണ് എടുത്തിരിക്കുന്നത്. ഒരു വർഷങ്ങളായിട്ട് ഒതികൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭൂതത്തിൻ്റെ കഥ. ഈ ഭൂതമായിട്ട് വേഷം ചെയ്തത് മോഹൻലാലാണ്. അപ്പോൾ തിയേറ്ററിൽ ഏകദേശം പ്രായമുള്ളവരും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പ്രായമുള്ളവരോട് ഞാൻ ചോദിച്ചു, മോഹൻലാലിൻ്റെ സിനിമയാണോ, മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമയാണെന്ന് അറിഞ്ഞ് വന്നതാണോ ചോദിച്ചപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷം. കാരണം വർഷങ്ങളായിട്ട് ചിലപ്പോൾ മോഹൻലാലിൻ്റെ പ്രായമുള്ളവരൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർ ഈ ഒരു സിനിമ ഒരു കൗതുകം കൊണ്ട് വന്നതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ സിനിമയെ ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ചൊന്ന് ഉറക്കം വന്നു. അത് ലാഗ് ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്തിരുന്നവൻ ഉറങ്ങിയത് ഞാൻ കണ്ടു. ഞാനത് വിളിച്ച് കാണിക്കുകയും ചെയ്തതുകൊണ്ട് അവ ഇരുന്ന് ഉറങ്ങുന്നതെന്ന്. പക്ഷേ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ ഉറങ്ങിയില്ല. കാശ് കൊടുത്ത് സിനിമ കാണാൻ വന്നതാണല്ലോ. അപ്പം അതാണ് സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു ഡിസപ്പോയിൻറ്റഡ് ആവാൻ കാരണം. കുറച്ചൊന്ന് ഉറക്കം വന്നു. ഉറക്കം നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. നമ്മളൊരു സിനിമ ഇരുന്ന് കാണുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇത് കൊണ്ട് നമ്മൾ ഉറങ്ങിപ്പോകുന്നതാണ്. ഈ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിരുന്ന് കാണും. പക്ഷേ സിനിമ ഫുള്ള് കാണാൻ പറ്റി. 3D എഫക്റ്റ് നല്ല രീതിയിലാണ് അവർ മേക്ക് ചെയ്യുക എടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതുപോലൊരു സിനിമ റീസെൻ്റ്ലി ഇങ്ങനൊരു സ്റ്റോറി വന്നിട്ടില്ല. കാരണം ഒരു 3D എഫക്റ്റൊക്കെ വെച്ച് ഒരു മാജിക് കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമ ഇതുവരെയും നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്തൻ വന്നതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു അത് മാജിക് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയാണ് തോന്നുന്നു വന്നിട്ടുള്ളത്. അല്ല, മമ്മൂട്ടിയുടെ ഈ പട്ടണത്തിൽ ഭൂതം ഇറങ്ങി, അതൊക്കെ അടാറ് ഫ്ലോപ്പായിരുന്നു. അപ്പം സ്റ്റോറി ബേസ് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കുറച്ച് ഇഴച്ചിൽ പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ സിമ്പിൾ സ്റ്റോറിയാണ്. വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ച നിധി അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ എത്തിക്കുന്നതാണ് സിനിമയുടെ സ്റ്റോറി. ചെറിയൊരു സ്റ്റോറി അവർ ഒരു 2.5 മണിക്കൂറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഓൾവേസ് സിനിമ കുട്ടികൾക്ക് 100% ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും സ്റ്റോറി എങ്ങനെ ഉണ്ടെന്ന് ശ്രദ്ധിക്കാറില്ല. അവർ മാജിക്ക്, ട്രിക്സ്, ടിപ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ രീതികളൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ധാരണ. പിന്നെ ഈ 3D എഫക്ട്സിനോട് ഒന്നും എനിക്ക് മോശം അഭിപ്രായം പറയാനില്ല. നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുന്നത് ഈ സ്റ്റോറി ബേസാണ്. എന്നാലും കൊടുത്ത കാശിന് മുതലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുന്നേ എത്രയോ സിനിമകൾ നമ്മൾ ഫ്ലോപ്പായിട്ടുണ്ട്. അതും നമ്മൾ കാശ് കൊടുത്താണ് കാണുന്നത്. ഒരു 3D എഫക്റ്റ് നിങ്ങളെ കുട്ടികളെ കാണിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടിക്കറ്റ് എടുത്തോ. നിങ്ങൾക്ക് കുട്ടികളെ എൻജോയ് ചെയ്യുന്ന അടിപൊളി സിനിമ തന്നെയാണ് ഈ സിനിമ. അപ്പോൾ മോഹൻലാൽ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി 1000-ൽ കൂടുതൽ ദിവസങ്ങളെടുത്താണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്, അത് കംപ്ലീറ്റ് ചെയ്തതെന്ന്. അത് തലവേദന അല്ലെങ്കിൽ ആ ഒരു ഭാരം ഇറക്കി വെച്ചത് സിനിമ തിയേറ്ററിൽ വന്നതിന് ശേഷമാണെന്നും ഒരു ചാനൽ വരികയുണ്ടായി. പക്ഷെ എന്തായാലും പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ടാണ് പുള്ളിക്കാരൻ എടുത്തതെന്നാണ് പറയുന്നത്. അപ്പം എടുത്ത രീതി വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോറി ബേസാണ് എനിക്ക് നെഗറ്റീവ് പറയാനുള്ളത്. പുള്ളിക്കാരൻ എടുത്ത രീതിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണെന്ന് ഒരിക്കലും പറയില്ല. കാരണം മോഹൻലാലിനെ അറിയാത്ത ഒരാൾ സിനിമ കാണുകയാണെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ സിനിമ എടുത്തതെന്ന് ഒരിക്കലും പറയില്ല. എടുത്തിരിക്കുന്ന രീതിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾവേസ് എനിക്ക് ഈ സിനിമയെ പറ്റി എനിക്ക് നെഗറ്റീവ് ഈ ഒരു കാര്യമേ പറയാനുള്ളൂ. സ്റ്റോറി കുറച്ച് ലാഗായിട്ട് തോന്നി. പിന്നെ മോഹൻലാൽ 2 പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം അതും മോഹൻലാലിൻ്റെ സ്വരം നമുക്കറിയാം. ഇപ്പോഴത്തെ ഒരു സ്വരത്തിൻ്റെ വ്യത്യാസം, പ്രായമാകുമ്പോൾ ഉള്ള ഒരു സ്വര വ്യത്യാസം ഇപ്പം പുള്ളിക്കാരനുണ്ട്. മോഹൻലാൽ മാത്രമല്ല, പ്രായമായ എല്ലാവർക്കും അത് സൗണ്ടിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പം എനിക്ക് തോന്നിയത് മോഹൻലാൽ ആ സിനിമയിൽ ഒരു പാട്ട് പാടണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. വേറെ ആരെങ്കിലും വെച്ച് പാടിക്കായിരുന്നു ഒന്നുകൂടി എനിക്ക് തോന്നി. പിന്നെ ബാക്കി എല്ലാവരും ഈ കഥാപാത്രം ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അല്ല, കഥാപാത്രങ്ങൾ മലയാളത്തിൽ നിന്നും എനിക്ക് തോന്നുന്നു മോഹൻലാൽ. പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടർ മാത്രമേ ആ സിനിമയിലുള്ളൂ. മൊത്തത്തിൽ ഓക്കെയാണ്.
അപ്പോൾ എന്തായാലും നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണാൻ ശ്രമിക്കുക, പോയി എൻജോയ് ചെയ്യുക. 3D എഫക്റ്റ് തിയേറ്ററിൽ പോയി തന്നെ കാണുക. OTT വന്നു കഴിഞ്ഞാൽ ആ 3D എഫക്റ്റ് കിട്ടില്ല. 3D എഫക്റ്റ് കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. അത് നിങ്ങൾക്ക് 3Dയുടെ ആ ഒരു എഫക്റ്റ് ഉറപ്പായിട്ടും കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.